ദേശീയപാതയിൽ പെരുവന്താനത്തിനും മുറിഞ്ഞുപുഴയ്ക്കുമിടയിൽ യാത്രക്കാരുടെ തലയ്ക്ക് മുകളിൽ മരണക്കണി ഒരുക്കി കൂറ്റൻ പാറക്കല്ലുകൾ. മലമുകളിൽ റോഡിലേക്ക് പതിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന കൂറ്റൻ പാറക്കല്ലുകൾ യാത്രക്കാരുടെ ജീവന് കടുത്ത ഭീഷണിയായി മാറുകയാണ്. ഇവിടെയുള്ള ഭൂരിഭാഗം പാറകളും മണ്ണുമായുള്ള ബന്ധം വേർവിട്ട് മൺതിട്ടകളുടെ മുകളിൽ മാത്രമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ദേശീയപാതയിൽ നിന്ന് നോക്കിയാൽ പോലും മണ്ണ് നീങ്ങി ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന നിലയിലുള്ള കല്ലുകൾ കാണാം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം 7 ഇടങ്ങളിലാണ് ഈ ഭാഗത്ത് ചെറുതും വലുതുമായ പാറക്കല്ലുകൾ പാതയിലേക്ക് പതിച്ചത്. സാധാരണയായി ശക്തമായ മഴയുള്ളപ്പോഴാണ് മലമുകളിൽ നിന്ന് കല്ലുകൾ റോഡിലേക്ക് പതിക്കുന്നത്. എന്നാൽ ഈ മേഖലയിൽ കടുത്ത വേനലിലും മഴയില്ലാത്ത കാലാവസ്ഥയിലും വലിയ കല്ലുകൾ റോഡിലേക്ക് പതിക്കുന്നത് ഭീതി ഉളവാക്കുകയാണ്. മഴക്കാലമാകുമ്പോൾ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഈ മലയോര പാതയിൽ വർഷത്തിലാകെ കാട് വെട്ടിത്തെളിക്കൽ നവീകരണം മാത്രമാണ് നടക്കുന്നത്. യാത്രക്കാരുടെ തലയ്ക്ക് മുകളിൽ മരണഭീതിയായി വീഴാറായി നിൽക്കുന്ന പാറക്കല്ലുകൾ കണ്ടെത്തി നീക്കുന്നതിനുള്ള യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ഈ ഭാഗത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കല്ലുവീഴ്ച സംബന്ധിച്ച പഠനം നടത്തി ഭൗമശാസ്ത്രജ്ഞർ മുമ്പ് തന്നെ അധികൃതർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയതാണ്. അപകട മേഖലകൾ തിരിച്ചറിഞ്ഞ് അടിയന്തര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചെങ്കിലും ദേശീയപാതാ വിഭാഗം ഈ മുന്നറിയിപ്പുകൾ പാടെ അവഗണിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. വ്യാഴാഴ്ച KSRTC ബസിന് മുകളിലേക്ക് കൂറ്റൻ പാറക്കല്ല് വീണ് അപകടത്തിൽ നിന്നും യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മാസങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്തിന് തൊട്ടടുത്തായി സമാനമായി കല്ലുകൾ വീണിരുന്നു. മുൻപ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് പാറക്കല്ലും മണ്ണും ഇടിഞ്ഞു വീണ വീട്ടമ്മ മരണപ്പെട്ടിരുന്നു. മലമുകളിൽ കാടുമൂടി കിടക്കുന്ന ഭാഗങ്ങളിൽ ഡ്രോൺ നിരീക്ഷണം നടത്തി അപകട ഭീഷണിയിലായ കല്ലുകൾ കണ്ടെത്തി പൊട്ടിച്ചു മാറ്റുകയും ചെറിയ കല്ലുകൾ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ മെഷ് വലകൾ സ്ഥാപിച്ച് റോഡിലേക്ക് വീഴുന്നത് തടയുകയും ചെയ്യണം. ഇനിയും ഒരു വൻ ദുരന്തത്തിനായി കാത്തു നിൽക്കാതെ യാത്രക്കാരുടെ ജീവൻ സംരക്ഷിക്കുവാൻ ദേശീയപാതാ വിഭാഗവും ജില്ലാ ഭരണകൂടവും അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.